ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഡ്രൈവർ എക്സാമിങ് അടുത്തു. എക്സാമിനോടനുബന്ധിച്ചൊരു ലാസ്റ്റ് റിവിഷൻ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എന്ത് ചെയ്യുക, നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ശ്രദ്ധിച്ചിരിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒരുപാട് ചോദ്യ പേപ്പറുകൾ നോക്കിയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കൊള്ളുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നോക്കിക്കൊള്ളുക, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഗ്രന്ഥികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻക്രിയാസ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയേ. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ്, പാൻക്രിയാസ് ഒരു അന്തർസ്രാവി ഗ്രന്ഥിയാണ്, പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തർസ്രാവി ഗ്രന്ഥിയുമാണ്, പാൻക്രിയാസ് അന്നപഥത്തിന്റെ ഒരു ഭാഗമാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരം ഗ്ലാൻഡുകളാണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നും രണ്ട് എന്ന് പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നും, അതായത് അന്തർസ്രാവി ഗ്രന്ഥികളെന്നും ബഹിർസ്രാവി ഗ്രന്ഥികളെന്നും. ഇതൊക്കെയാണ് എൻഡോക്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർസ്രാവി ഗ്രന്ഥികളും എക്സോക്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിർസ്രാവി ഗ്രന്ഥികളും. ഇതില് എൻഡോക്രൈൻ ഗ്ലാൻഡ് അഥവാ അന്തർസ്രാവി ഗ്രന്ഥികളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അഥവാ അന്തർസ്രാവി ഗ്രന്ഥികളാണ്. ഇനി എക്സോക്രൈൻ ഗ്ലാൻഡുകളാണ് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നത്. എൻസൈം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സോക്രൈൻ ഗ്ലാൻഡുകൾ അഥവാ ബഹിർസ്രാവി ഗ്രന്ഥികളാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കും? ഹോർമോണും ഉൽപ്പാദിപ്പിക്കും, അതേപോലെ എൻസൈമും ഉൽപ്പാദിപ്പിക്കും. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്തെന്ന് പറയുന്നത്? ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ന് പറയുന്നത്, അല്ലെ? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അതേപോലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ഡൈജഷന് സഹായിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കൊള്ളുക, അതായത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ്. എന്താണ്? ഹോർമോണും ഉൽപ്പാദിപ്പിക്കും, എൻസൈമും ഉൽപ്പാദിപ്പിക്കും. അന്തർസ്രാവി ഗ്രന്ഥിയുമാണ്, ബഹിർസ്രാവി ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം പാൻക്രിയാറ്റിക് ജ്യൂസുമാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ പാൻക്രിയാസിനെ നമ്മൾ സമ്മിശ്ര ഗ്രന്ഥി എന്ന പേരിൽ കൂടി വിളിക്കുന്നുണ്ട്. ഇനി നോക്കിക്കൊള്ളുക, ഓപ്ഷൻസിൽ കറക്റ്റ് ആയത് ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, അല്ലെ? പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അതേപോലെ അന്തർസ്രാവി ഗ്രന്ഥിയുമാണ്, അല്ലെ? ദഹന ഗ്രന്ഥി എന്ന് പറയുമ്പോൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് ഡൈജഷന് സഹായിക്കുന്നുണ്ട്. അതേപോലെ അന്തർസ്രാവി ഗ്രന്ഥി, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് അന്തർസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്, അല്ലെ? ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അതുകൊണ്ട് തന്നെ പാൻക്രിയാസ് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഹോർമോണും ഇൻസുലിനും ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കാം. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്തത് ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് തരം കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓൾറെഡി പറഞ്ഞിരുന്നു, ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ നമ്മുടെ പാൻക്രിയാസ്. അപ്പോൾ പാൻക്രിയാസിൽ നോക്കുകയാണെങ്കിൽ പാൻക്രിയാസിൽ പ്രധാനമായിട്ടും രണ്ട് തരം കോശങ്ങളാണ് ഉള്ളത്. പാൻക്രിയാസിൽ പ്രധാനമായിട്ടും രണ്ട് തരം കോശങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ആൽഫ കോശങ്ങളും ഉണ്ട്, അതേപോലെ ബീറ്റ കോശങ്ങളും ഉണ്ട്. അതിൽ ബീറ്റ കോശങ്ങളാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങളാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ് എന്തൊക്കെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ രണ്ട് തരം സെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്?
ബീറ്റാ സെല്ലുകളും ഉണ്ട്, ആൽഫ സെല്ലുകളും ഉണ്ട്. ബീറ്റാ സെല്ലുകൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ആൽഫ സെല്ലുകൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ഷുഗർ ലെവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ എത്രയാണ്? 70-110 mg/100 ml ആണ് നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ നമുക്കറിയാം അല്ലെ. ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇൻസുലിൻ. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ടാവും, അവർക്കൊക്കെ നമ്മൾ ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ് ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുന്നത്? ഗ്ലൂക്കോസിന് അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കാനാണ് ഏത് ഹോർമോൺ സഹായിക്കുന്നത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ സഹായിക്കുന്നത്. ഇനി ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഗ്ലൂക്കഗോൺ. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ പാൻക്രിയാസിലുള്ള 2 തരം കോശങ്ങൾ, ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. നോർമൽ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് 70-110 mg/100 ml ആണ്. ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻസുലിനും കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഗ്ലൂക്കഗോണും ആണെന്ന് മനസ്സിലാക്കുക. നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നോർമൽ ഷുഗർ ലെവൽ പറഞ്ഞു. ഇനി നോർമൽ കാൽസ്യം ലെവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9-11 mg/100 ml ആണ് നോർമൽ കാൽസ്യം ലെവൽ എന്ന് മനസ്സിലാക്കുക അല്ലെ. അതേപോലെ തന്നെ നോർമൽ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 120/80 mmHg ആണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതും അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, SCRT പറയുന്ന ഒരു ഏരിയ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അത് നമുക്കൊരു ചിത്രത്തിലൂടെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കോളുക. ഇവിടെ എന്താ കാണുന്നത്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കൊള്ളുക, ഇവിടെ വെള്ളത്തിൽ ഒരു എലിയുണ്ട് അല്ലെ. എലി എന്ന് പറയുമ്പോൾ എന്താണ്? എലിപ്പനി അല്ലെ, എലിപ്പനി. അതേപോലെ ആ എലിപ്പനിയുടെ കോളർ നോക്കിയാൽ കോളറിൽ കണ്ടോ? കോളർ അല്ലെ, കോളറിൽ എന്ത് കെട്ടിയിട്ടുണ്ട്? ഒരു ടൈ കെട്ടിയിട്ടുണ്ട് അല്ലെ. ടൈഫോയിഡ് അല്ലെ. കോളറിൽ ഒരു ടൈ കെട്ടിയിട്ടുണ്ട്, ടൈഫോയിഡ്. അതേപോലെ തന്നെ കോളറിൽ ടൈ കെട്ടിയിട്ടുണ്ട്, ടൈഫോയിഡ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നീട് അതിന്റെ കൈ എവിടെ വെച്ചിരിക്കുന്നത്? അതിന്റെ ഹിപ്പ് ഭാഗത്ത് അല്ലെ, ഹിപ്പിലാണ് വെച്ചിരിക്കുന്നത് അല്ലെ. ഹെപ്പറ്റൈറ്റിസ്. കൈ എവിടെ വെച്ചിരിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ്. ഇപ്പൊ നോക്കിക്കൊള്ളുക, പ്രധാനമായിട്ടും ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എലിപ്പനി, കോളർ ഉണ്ട് അല്ലെ. കോളറിൽ ടൈ കെട്ടിയിട്ടുണ്ട്. സോ കോളറ, ടൈ കെട്ടിയിട്ടുണ്ട്, ടൈഫോയിഡ്. ഇനി കൈ എവിടെ വെച്ചിരിക്കുന്നത്? ഹിപ്പില്. അതേപോലെ മഞ്ഞ കോട്ടാണ് ഇട്ടിരിക്കുന്നത് സോ മഞ്ഞപ്പിത്തം. സോ മഞ്ഞപ്പിത്തം. അപ്പൊ നോക്കിക്കൊള്ളുക, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിപ്പനിയാണ്. എലി മഞ്ഞ കോട്ടിട്ടിരിക്കുന്നു, സോ മഞ്ഞപ്പിത്തം. അതേപോലെ കോളറിൽ ടൈ ഉണ്ട്, ടൈഫോയിഡ് ആണ്. പിന്നെ കൈ ഹിപ്പിൽ വെച്ചിട്ടുണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പൊ ഇത്രയും രോഗങ്ങളാണ് പ്രധാനമായിട്ടും ജലത്തിലൂടെ പകരുന്നതെന്ന് മനസ്സിലാക്കുക. ഹെപ്പറ്റൈറ്റിസിൽ തന്നെ എയും ഇയും ആണ് ജലത്തിലൂടെ പകരുന്നതെന്ന് കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കൊള്ളുക. ഇനി നോക്കിക്കൊള്ളെങ്കിൽ പറയാലോ ജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ചിക്കൻ ബോക്സ് ആണോ? അല്ല. മലേറിയ ആണോ? അല്ല. ജലദോഷമാണോ? അല്ല. ഏതാണ്? കോളറയാണ് ജലത്തിലൂടെ പകരുന്ന രോഗം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് തരം ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? നമ്മുടെ വായിലെ ബാക്ടീരിയാസ് നിർമ്മിക്കുന്ന ഏത് ആസിഡാണ് പല്ലിലെ ഇനാമലിന് കേടുണ്ടാക്കുന്നത്? നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനാമലാണ് അല്ലെ. നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ആ ഇനാമലിന്റെ നാശത്തിന് കാരണമാക്കുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
ആന്റിബോഡീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ആദ്യം മനസ്സിലാക്കുക എന്താണ് ആന്റിജൻ, എന്താണ് ആന്റിബോഡീസ്, എന്താണ് ആന്റിജൻ അല്ലെങ്കിൽ എന്താണ് ആന്റിബോഡീസ് എന്ന് മനസ്സിലാക്കുക. നോക്കിക്കൊള്ളുക, നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ഏതൊരു അന്യവസ്തുവിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആന്റിജൻ എന്ന് മനസ്സിലാക്കാം. അത് പൊടിപടലങ്ങളായിക്കൊള്ളട്ടെ, രോഗാണുക്കളായിക്കൊള്ളട്ടെ, എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് എന്ത് കടന്നാലും അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആന്റിജൻ. ഈ ആന്റിജനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾ, ആന്റിജനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് മനസ്സിലാക്കുക? ആന്റിബോഡി എന്ന് വിളിക്കുക, ആന്റിബോഡി എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ആന്റിജൻ, എന്താണ് ആന്റിബോഡി എന്ന് മനസ്സിലാക്കുക. ആന്റിജൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ഏതൊരു അന്യവസ്തുവിനെയും ആന്റിജൻ എന്ന് പറയുന്നു. ആന്റിജനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. നോക്കിക്കൊടുക്കുക, ചില പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ്. ഓൾറെഡി പറഞ്ഞു അല്ല, ആന്റിബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനുകളാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ആന്റിബോഡികളെ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന പേരിൽ കൂടി വിളിക്കുന്നുണ്ട്. ശരിയാണ്. ആന്റിബോഡീസിനെ ഏത് പേരിൽ കൂടി വിളിക്കുന്നുണ്ട്? ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന പേരിൽ കൂടി വിളിക്കുന്നുണ്ട്. അടുത്തത്, വാക്സിനുകൾക്കെതിരെ ശരീരം ആന്റിബോഡികൾ നിർമ്മിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അല്ലെ, അതിനെ നമ്മൾ ആർജിത പ്രതിരോധ ശേഷി എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഈ വാക്സിനുകളുടെ പ്രവർത്തന തത്വവും ഇത് തന്നെയാണ്. പുറത്തുനിന്ന് എന്ത് വന്നാലും ആ വാക്സിനെ നമ്മുടെ ശരീരം ആന്റിജൻ ആയിട്ട് കണക്കാക്കുന്നു, അതിനെ നശിപ്പിക്കാനായിട്ട് ആന്റിബോഡി നിർമ്മിക്കുന്നു. അങ്ങനെ ആന്റിജൻ ആന്റിബോഡി സംയുക്തം നമ്മുടെ ബോഡിയിൽ ഉടനീളം നിലനിൽക്കുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 3 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. അടുത്ത, ചില സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഔഷധങ്ങളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നുണ്ട്. ആണോ? 4 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത്തരത്തിൽ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഔഷധങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ആന്റിബയോട്ടിക്സുകൾ എന്നാണ് അല്ലെ, ആന്റിബയോട്ടിക്സുകളാണ്. സോ 4 ഓപ്ഷൻ തെറ്റാണ്. ബാക്കി 1, 2, 3 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസുമായിട്ട് ബന്ധമില്ലാത്ത പ്രത്യേകത. നമുക്കറിയാം വൈറസുകൾ അല്ലെ, രോഗം പരത്തുന്ന ഒരു പ്രധാന രോഗകാരിയാണ് വൈറസ് എന്ന് പറയുന്നത്. നമ്മുടെ നിപ്പ പരത്തുന്നു, അതേപോലെ എയ്ഡ്സ് പരത്തുന്നു അല്ലെ, അതേപോലെ എന്താണ് ഹെപ്പറ്റൈറ്റിസ് മുതലായ രോഗങ്ങളെല്ലാം പരത്തുന്ന പ്രധാനമായിട്ടും ആരാണ്? ഈ വൈറസുകളാണ്. ഇനി ഇവിടെ വൈറസുകളുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. കോശത്തിന് വെളിയിൽ നിർജ്ജീവം. ശരിയാണ്. ഈ വൈറസുകളെ ഏതെങ്കിലും ഒരു ആ ഹോസ്റ്റിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ അവ ആക്റ്റീവ് ആവുകയുള്ളൂ. അത് മനുഷ്യരാകാം, മൃഗങ്ങളാകാം, ബാക്ടീരിയ ആവാം അല്ല. ഹോസ്റ്റിൽ പ്രവേശിച്ചാൽ മാത്രമേ വൈറസുകൾ ആക്റ്റീവ് ആവുകയുള്ളൂ. പുറത്ത് വൈറസുകൾ എന്തായിരിക്കും? ഇൻആക്റ്റീവ് ആയിരിക്കും. സോ ശരിയാണ്. നെക്സ്റ്റ്, ആതിഥേയ കോശങ്ങളുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുന്നു. ശരിയാണ് അല്ലെ. ഹോസ്റ്റിനെയാണ് നമ്മൾ ആതിഥേയ കോശങ്ങൾ എന്ന് പറഞ്ഞത്. അത് ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജീവിയുടെ കോശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്താണ് വൈറസുകൾ പെരുകുന്നത്. സോ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി DNA-യും പ്രോട്ടീൻ കവചവും ഉണ്ട്. ശരിയാണ്. വൈറസുകൾ എന്ന് പറയുമ്പോൾ ആകെ അതിന് എന്തേ ഉള്ളൂ? ഒരു പ്രോട്ടീൻ കോട്ടും അതേപോലെ ഒരു ജനറ്റിക് മെറ്റീരിയലും കാണും. ആ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ RNA ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? DNA ആയിരിക്കും. ഒന്നെങ്കിൽ RNA ആയിരിക്കും, അല്ലെങ്കിൽ DNA ആയിരിക്കും. ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ. ജനറ്റിക് മെറ്റീരിയൽ RNA ആണ് എങ്കിൽ അതിനെ RNA വൈറസ് എന്നും, DNA ആണ് എങ്കിൽ അതിനെ DNA വൈറസ് എന്നും പറയുന്നു അല്ലേ. ആകെ വൈറസിനുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ, ഒരു പ്രോട്ടീൻ കോട്ടും ഒരു ജനറ്റിക് മെറ്റീരിയലും. ആ പ്രോട്ടീൻ കോട്ട് RNA, ഒരൊറ്റ പ്രോട്ടീൻ കോട്ടും പിന്നീട് ജനറ്റിക് മെറ്റീരിയൽ RNA ആണ് എങ്കിൽ അത് RNA വൈറസ് ആണ്, DNA ആണ് എങ്കിൽ അത് DNA വൈറസ് ആണ്. ബാക്കി പറഞ്ഞ സെൽ ഓർഗനുകൾ ലൈക്ക് എന്താ ഈ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മേറ്റുകൾ അങ്ങനെയുള്ള സെൽ ഓർഗനുകളൊന്നും എന്തിനില്ല? ഈ വൈറസിന് ഇല്ല. അപ്പൊ ഇത് മാത്രമാണ് വൈറസിന്റെ സ്ട്രക്ചർ. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത് നോക്കിക്കൊള്ളുക, മനുഷ്യരിൽ മാത്രമാണ് രോഗം ഉണ്ടാക്കുന്നത്. അല്ല, മനുഷ്യരിൽ ഉണ്ടാക്കുന്നുണ്ട്, സസ്യങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്, ഈവൻ ബാക്ടീരിയയിൽ വരെ രോഗം കാരണമാകുന്നുണ്ട്. ആര്? വൈറസുകൾ. ബാക്ടീരിയകളെ വരെ എന്ത് ബാധിക്കുന്നുണ്ട്? വൈറസുകൾ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 അല്ലെങ്കിൽ A, B, C സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. ഇതൊക്കെ
പല ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്, സാധാരണയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത നോക്കിക്കൊള്ളുക, വാക്സിൻസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാക്സിൻസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ വാക്സിൻസുകളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഏത് താപനിലയിലും സൂക്ഷിക്കാൻ സാധിക്കും ആണോ? അല്ല, വാക്സിൻ അങ്ങനെ ഏത് താപനിലയിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല. വാക്സിനുകൾ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക താപനിലയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, പോളിയോ തുള്ളി മരുന്ന് ഒരുതരം വാക്സിൻ ആണ് അല്ലേ? തീർച്ചയായിട്ടും ഓറൽ പോളിയോ വാക്സിൻ ഒരുതരം വാക്സിൻ ആണ്, കറക്റ്റ് ആണ്. എല്ലാ വാക്സിനുകളും കുത്തിവയ്പ്പ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത് ആണോ? നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ വായിലൂടെയാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റല്ലേ? എല്ലാ വാക്സിനുകളും കുത്തിവയ്പ്പ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാൽവിൻ ആണ്, കറക്റ്റ് ആണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാൽവിൻ ആണ്. അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ബിയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എവിടെയൊക്കെ ഈ ഒരു ഓറൽ പോളിയോയുടെ വാക്സിൻ്റെ കാര്യം പറയുമ്പോഴും ഏത് താപനിലയിലും സൂക്ഷിക്കാൻ സാധിക്കും ആ ഒരു കാര്യം പറയുമ്പോഴും ഒരു കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അത് വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചലഞ്ചുകൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്ന രോഗങ്ങളും രോഗകാരികളിൽ നിന്നും ശരിയല്ലാത്ത ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കണം. വട്ടച്ചൊറി അത്ലറ്റിസ് ഫൂട്ട് ഫംഗസ് ആണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്. വട്ടച്ചൊറിയും അതേപോലെ അത്ലറ്റിസ് ഫൂട്ട് എന്ന് പറയുന്ന രോഗങ്ങൾ പരത്തുന്ന ഫംഗസുകളാണ്. അതേപോലെ നമ്മുടെ താരൻ തുടങ്ങിയ രോഗങ്ങളെല്ലാം പരത്തുന്ന ഫംഗസുകളാണ്. നിപ്പ എലിപ്പനി വൈറസ് ആണെന്ന് പറയുന്നുണ്ട്. നിപ്പ വരുത്തുന്ന വൈറസ് ആണ്, പക്ഷെ എലിപ്പനി വരുത്തുന്ന വൈറസ് ആണോ? അല്ല, നമ്മൾ പലതവണ പഠിച്ചതാണ്. എലിപ്പനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ? ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ബാക്ടീരിയയാണ് എലിപ്പനി പരത്തുന്നത്. സോ വൈറസ് ആണെന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് തെറ്റാണ്. അടുത്ത നോക്കിക്കോളെ, ക്ഷയം ഡിഫ്തീരിയ ബാക്ടീരിയ ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ക്ഷയം പരത്തുന്ന മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ശരിയാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ്. ക്ഷയം പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ലങ്സിനെയാണ്. ക്ഷയത്തിനെതിരെയുള്ള കുത്തിവയ്പ്പ് വാക്സിനാണ് BCG എന്ന് കൂടി മനസ്സിലാക്കുക. അതേപോലെ ഡിഫ്തീരിയ പലതവണ ചോദിച്ചിട്ടുണ്ട്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയ ആണ് അല്ലെ? ഡിഫ്തീരിയ ആണ്. കൊറനി ബാക്ടീരിയം ഏതാണ്? കൊറനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഡിഫ്തീരിയ പരത്തുന്നത്. ഏതാണ്? കൊറനി ബാക്ടീരിയം ഡിഫ്തീരിയ. അത് ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. സോ ക്ഷയവും ഡിഫ്തീരിയയും ബാക്ടീരിയ പരത്തുന്നു. ക്ഷയം പരത്തുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയും, ഡിഫ്തീരിയ പരത്തുന്നത് കൊറനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ന് മനസ്സിലാക്കാം. പിന്നീട് മലേറിയ, ക്ലാമിഡിയാസിസ് തുടങ്ങിയ പ്രോട്ടോസോവ എന്ന് പറയുന്നത് അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇതിൽ ശരിയല്ലാത്ത ഗ്രൂപ്പാണ് തിരഞ്ഞെടുക്കേണ്ടത്. ബി മാത്രമേ ഉള്ളൂ ശരിയല്ലാത്ത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ശരിയായ ജോഡി ഏതാണ്? ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന കണക്ട് ചെയ്യണം അല്ലേ? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം രാത്രി കാഴ്ചയില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു, നിശാന്തതയാണ്. ഇനി വിറ്റാമിൻ B1 തയാമിൻ, B1ന്റെ കുറവ് മൂലം ബെറി ഉണ്ടാവുന്നു. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം സീസ്കർവി അല്ലേ? സീസ്കർവി ആണെന്ന് നമുക്കറിയാം. ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. റിക്കറ്റ്സിന് മലയാളം ടേമാണ് കണ, അങ്ങനെയും ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ്. പിന്നെ രക്തം കട്ട പിടിക്കുന്ന ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K ആണ്. K കട്ട പിടിക്കാൻ സഹായിക്കുന്നു അല്ലേ? അപ്പൊ അതില് ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ ആൻസർ വരുന്നത്. A 3 ആയിട്ടുള്ളത്, 1 3, രണ്ടാമത്തത് 1 ആയിട്ടുള്ളത്, മൂന്നാമത്തത് 2 ആയിട്ടുള്ളത് അല്ലെ, നാലാമത്തത് 5 ആയിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തെറ്റാതെ ആൻസർ കണ്ടുപിടിച്ചോണം. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. പോഷണം എന്ന് പറയുന്ന പ്രക്രിയ, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുന്നതിനാണ് നമ്മൾ പോഷണം എന്ന് പറയുന്നത്. അതിന്റെ ശരിയായിട്ടുള്ളത് ആദ്യം തീർച്ചയായിട്ടും ആഹാരം സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ആഹാരം നമ്മൾ സ്വീകരിക്കും. അപ്പൊ ആദ്യം വരുന്നത് ആഹാര സ്വീകരണമാണ്. ഇവിടെ നമ്മൾ ആഹാരം സ്വീകരിക്കും, ആഹാര സ്വീകരണം. അപ്പോൾ എയും എലിമിനേറ്റ് ചെയ്യാം, അതേപോലെ സിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം വരുന്നത് ആഹാര സ്വീകരണം, BO ആണ്. ഇനി അത് കഴിഞ്ഞ് ആഹാര സ്വീകരണം കഴിഞ്ഞ് എന്താ നടക്കുന്നത്? ആ ആഹാരം ദഹിക്കും അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ പല്ലുകളും അതേപോലെ ഡൈജസ്റ്റീവ് ജ്യൂസുകളും അങ്ങനെയുള്ള ഒരുപാട് പ്രക്രിയകളുടെ ഫലമായിട്ട് ആഹാരം ദഹിക്കുന്നു. ദഹിച്ച ആഹാരം
ചെറുകുടലിൽ വെച്ച് വില്ലസുകൾ മുഖേന ആഹാരം എന്ത് ചെയ്യുന്നു? ശരീരം വലിച്ചെടുക്കുന്നു, അല്ലെ ആഗീരണം ചെയ്യുന്നു, അല്ലെ ആഹാരത്തിലുള്ള പോഷകഘടകങ്ങൾ ശരീരം ആഗീരണം ചെയ്യുന്നു. അങ്ങനെ ആഗീരണം ചെയ്ത പോഷകഘടകങ്ങൾ പിന്നീട് എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ ഭാഗമാകും. ആഗീരണം ചെയ്ത പോഷകഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കൊള്ളുക, ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം, സ്വാംശീകരണം. ഇതാണ് ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം, സ്വാംശീകരണം എന്നിങ്ങനെ ഓർഡറിലാണ് എന്ത് പോകുന്നത്? നമ്മുടെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കുക. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡ്രൈവറിന്റെ എക്സാമിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ നന്നായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ആഴ്ച നമ്മുടെ എക്സാം ഉണ്ട്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഡ്രൈവറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാനായിട്ട് പോകുന്നത് നമുക്കറിയാലോ, നമ്മുടെ യൂണിഫോം എക്സാം അല്ലെങ്കിൽ ഡ്രൈവർ മേഖലയിലേക്കുള്ള യൂണിഫോം എക്സാമുകൾ ഓരോ വർഷം തോറുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇനി പ്രധാനമായിട്ട് വരാനിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, അതേപോലെ ഫയർമാൻ, അതെല്ലാം നമ്മുടെ ഈ വർഷം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഡിസംബറിന് മുന്നോടിയായിട്ട് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികകളാണ്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ യൂണിഫോം ഡ്രൈവർ മേഖലയിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ ബാച്ചാണ് ഡ്രൈവർ 2.0 എന്ന് പറയുന്ന 2.0 അല്ലെങ്കിൽ 2.0 എന്ന് പറയുന്ന ഒരു ലോങ് ടൈം ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പതിയെ ഓരോ ചെറിയ ടൈം ടേബിളുകൾ വെച്ച് തന്ന് നിങ്ങളെ എക്സാമിന് മുന്നോടിയായിട്ട് ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഒരിക്കൽ കൂടി ഡ്രൈവർക്ക് MOA എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.